നമസ്കാരമുണ്ട്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് ഗൈസ്. ഇന്ന് വളരെ നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ബേസിക്കലി ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും അത് ഞാൻ ആംനസ്റ്റി അപ്ഡേറ്റിനെ പറ്റി തന്നപ്പോൾ അതിൽ ട്രാവൽ ബാൻ്റെ കുറേ ആൾക്കാർക്ക് കുറേ ഇതുണ്ടായിരുന്നു. ഇവിടെ എനിക്കും ട്രാവൽ ബാൻ ഉണ്ട്. എൻ്റെ ട്രാവൽ ബാൻ എന്ന് പറഞ്ഞാൽ RDCന്ന് എൻ്റെ റെൻ്റൽ ഡിസ്പ്യൂട്ട് കാരണം അവരിട്ടതാണ്. അപ്പോൾ എൻ്റെ കേസ് തീർക്കേണ്ട ട്രാവൽ ബാൻ എടുത്ത് കളയാൻ പറ്റില്ല. പക്ഷേ ട്രാവൽ ബാൻ പണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ പൈസ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കേസ് എടുത്ത് കഴിഞ്ഞ് നമ്മളുടെ സിസ്റ്റത്തിലുള്ള കേസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാവൽ ബാൻ എടുത്ത് കളയുന്നത് വെച്ചാൽ അതിന് 2-3 പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം നമ്മളത് അപ്ലിക്കേഷൻ കൊടുക്കണം ട്രാവൽ ബാൻ എടുത്ത് കളയാനുള്ള. അപ്പോൾ 2-3 പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു അതിന്. ഇന്ന് അതില്ല. ആക്ച്വലി ഇന്നലത്തെ ന്യൂസ് അനുസരിച്ചിട്ട് ഗൾഫ് ന്യൂസിൽ വന്നു, പിന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇതിനെ പറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഗൾഫ് ന്യൂസിൽ വന്നതാണ്, ഇന്നലത്തെ ന്യൂസായിരുന്നു. ഇന്നലത്തെ ആക്ച്വലി പബ്ലിഷ് ചെയ്ത് ഓഗസ്റ്റ് 15 പക്ഷേ ഇന്നലെയാണ് അത് കുറച്ച് വൈറലായത്, ആൾക്കാർക്ക് മനസ്സിലായത്. ട്രാവൽ ബാൻ റിമൂവൽ ഇൻ UAE ഈസ് നൗ ഓട്ടോമാറ്റിക്. The Ministry of Justice has enhanced several services provided by the Federal Public Prosecution, with most significant being the removal of the travel bans. The lifting of travel bans in the UAE is now an automatic process, meaning eligible individuals is no longer needed to request it. Previously, the process to remove a travel ban was involved multiple steps, but now it happens instantly and requires no paperwork. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ കേസ് റിലേറ്റഡ് ആയുള്ള പേയ്മെൻറ്റും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതിപ്പോൾ ലോൺ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ RDC റെൻ്റൽ ഡിസ്പ്യൂട്ട് സെൻറ്ററിൻ്റെ വകയായിട്ട് നിങ്ങളുടെ റെൻ്റലിൻ്റെ കേസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രാവശ്യം അവർക്ക് ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് അവർ അതിൻ്റെ കേസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രാവൽ ബാൻ മാറും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ മിനിറ്റ്സ് കൊണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസം എടുത്തിരുന്നു ട്രാവൽ ബാൻ എടുത്ത് മാറ്റാൻ. പിന്നെ അതിന് അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ കേസിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള കേസ് എത്രയോ പൈസയുടെ കേസ് ഉണ്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇൻ അനദർ 5 to 10 minutes നിങ്ങളുടെ ട്രാവൽ ബാൻ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോകും. അതിപ്പോൾ ഏത് സിസ്റ്റം ആയിക്കോട്ടെ. പണ്ടെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷനിലുണ്ടാവും, ഇമിഗ്രേഷൻ്റെ സിസ്റ്റത്തിലുണ്ടാവും, പിന്നെ ദുബായ് പോലീസിൻ്റെ സിസ്റ്റത്തിലുണ്ടാവും. അങ്ങനെ പല സിസ്റ്റത്തിൽ നിങ്ങളുടെ ബാൻ്റെ ഇത് അവരുടെ സിസ്റ്റത്തിൽ കാണിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അത് ഒരു പ്രാവശ്യം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രാവൽ ബാൻ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ 2 ഫായതയുണ്ട് നമുക്ക്. ഒരു ഫായത എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഫായത എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 5-6 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിൽ നിന്ന് വിത്തിൻ മിനിറ്റ്സ് ആണ് ഈ ട്രാവൽ ബാൻ ഒഴിവാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ കേസ് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കുറച്ചു നേരം മുമ്പേ നിങ്ങൾക്ക് കാണിച്ചത് അത് ഗൾഫ് ന്യൂസിൽ ഉണ്ടായിരുന്ന ന്യൂസായിരുന്നു. അത് ഇപ്പോൾ ഓഗസ്റ്റ് 14 വന്ന ന്യൂസായിരുന്നു. അപ്പോൾ 15 അത് കുറച്ചൊന്ന് വൈറലായത്, ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇത് ഇന്നത്തെ ന്യൂസിൽ, ഖലീജ് ടൈംസിൻ്റെ ഇന്നത്തെ ന്യൂസിൽ, വിച്ച് ഈസ് അപ്ഡേറ്റഡ് ഓൺ ഫ്രൈഡേ 16 August 2024, 2 ദിവസം മുമ്പ്, ബേസിക്കലി 4:47 വൈകുന്നേരമാണ്. 9:31 അവർ അപ്ഡേറ്റ് ചെയ്തു. അത് 9:31 PM അത് അപ്ഡേറ്റ് ചെയ്തു. ഫ്രൈഡേ 16 August UAE ട്രാവൽ ബാൻ നൗ ലിഫ്റ്റഡ് ഓട്ടോമാറ്റിക്കലി വൺസ് കേസ് ഈസ് റിസോൾവ്ഡ്. അപ്പോൾ ഒരു പ്രാവശ്യം കേസ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് അത് ലിഫ്റ്റ് ആവും. ഞാനിതൊന്ന് വായിക്കാം നിങ്ങൾക്ക്. നൗ ദർ ഈസ് നോ നീഡ് ടു അപ്ലൈ ഫോർ ട്രാവൽ ബാൻ ടു ബി ലിഫ്റ്റഡ് ആസ് ദി പ്രോസസ് വിൽ ബി ഡൺ ഓട്ടോമാറ്റിക്കലി വൺസ് എ കേസ് ഈസ് റിസോൾവ്ഡ്. ദ UAE's Ministry of Justice said it in the latest advisory. പണ്ട് എനിക്ക് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ട്രാവൽ ബാൻ ബേസിക്കലി ഞാനിപ്പോൾ കേസിൻ്റെ ഇത് എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ റെൻ്റൽ ഡിസ്പ്യൂട്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും അത് ട്രാവൽ ബാൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി വേറൊരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റത്തിൽ നിന്ന് പോകും. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി എൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നാളെ തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ ടിക്കറ്റും എടുത്തിട്ട് എനിക്ക് നേരെ പോവാം.
The required procedures to get one's travel ban removed had been slashed from 9 to 0. അപ്പോൾ 9 പ്രോസസ്സസ് ഉണ്ടായിരുന്നു ബേസിക്കലി ട്രാവൽ ബാൻ എടുത്ത് മാറ്റാൻ. അതാണ് അവർ ഇതിൽ പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്ന പ്രൊസീജിയറിൽ 9 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ആ 9 സ്റ്റെപ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ബാൻ എടുത്ത് മാറ്റാൻ പറ്റിയിരുന്നുള്ളൂ. ഇന്ന് അത് 0 ആക്കിയിട്ടുണ്ട്. ദ മിനിസ്ട്രി സെഡ് ഇൻ എ ഷോർട്ട് വീഡിയോ. അപ്പോൾ ആക്ച്വലി ഒരു വീഡിയോ റിലീസ് ചെയ്തു അവർ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് ലെജിറ്റിമേറ്റ് ന്യൂസാണ്. Previously, clearance and some supporting documents should be submitted for the ban's cancellation. Now these are no longer necessary. The MOJ will immediately take action on travel ban removal order. അവർ ഇമ്മീഡിയറ്റ്ലി ഇത് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം സെപ്റ്റംബർ 1 മുതൽ ആംനസ്റ്റി വരെയാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ ട്രാവൽ ബാൻ സിസ്റ്റത്തിലുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരുടെ ട്രാവൽ ബാൻ വരാൻ കാരണം ഇതുകൊണ്ട്, കാരണം ഓവർ സ്റ്റേ കാരണവും ട്രാവൽ ബാൻ വരാനുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 1 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആംനസ്റ്റിക്കുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് മാറും. ദെൻ യു ക്യാൻ ട്രാവൽ. അതാണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ദിസ് ഓൾ ആർ കണക്റ്റഡ്, ദിസ് ഓൾ ആർ ഇൻ്റർലിങ്ക്ഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെന്ന് ബേസിക്കലി ഇതിനെപ്പറ്റി കുറച്ചൊന്ന് സംസാരിക്കാം, പിന്നെ നിങ്ങളോടൊന്ന് പറയാം. ഇഫ് എനിബഡി ഈസ് ഹാവിങ് എ ട്രാവൽ ബാൻ, ഡോണ്ട് വറി. നിങ്ങളുടെ എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ലോൺസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ റെൻറ്റൽ ഡിസ്പ്യൂട്ട് ഉണ്ടോ, അതിൻ്റെ കേസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് പോകുന്നതായിരിക്കും. പിന്നെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ബേസിക്കലി ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി. എനിക്ക് പലരുടെയും കമൻസ് ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വിച്ച് ഐ എക്സ്പെക്റ്റഡ് ഓൾസോ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും പിന്നെ പലതും ഞാൻ ഇവിടെ പറയണതും എനിക്ക് തോന്നുന്ന ചിലവർക്കത് കണക്ട് ചെയ്യാൻ പറ്റണില്ല. കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കണമെങ്കിൽ ഞാൻ ദുബായിനെ പറ്റിയിട്ടും ഇന്ത്യനെ പറ്റിയിട്ടും കമ്പയർ ചെയ്യണമെന്ന്. ഞാൻ കമ്പയർ ചെയ്യണമല്ല, ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ വിച്ച് ഐ ആം ഫേസിങ്, ഐ ആം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അല്ലാണ്ട് ഞാൻ ദുബായിനെ പറ്റിയിട്ടോ US പറ്റിയിട്ടോ കാനഡേനെ പറ്റിയിട്ടോ പിന്നെ ഇന്ത്യനെ പറ്റിയിട്ട് ഒരു കൺട്രിയും നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർ പറയും, ചിലവർക്ക് ഇന്ത്യ ഇഷ്ടമല്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യനെ എന്ന് വെച്ചാൽ ഫിൽത്തിയാണ്, ഇറ്റ്സ് വെരി ഡേർട്ടി, പിന്നെ എന്താ ഭയങ്കര പൊല്യൂട്ടഡ് ആണ് ആൾക്കാർ, പിന്നെ പൊളിറ്റിക്സും കറപ്ഷനും അതിനെ പറ്റിയിട്ടും പലതും പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട്. നമ്മുടെ സ്വന്തം രാജ്യക്കാർ, എനിക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ. എനിക്കും അങ്ങനെ പല ഫ്രസ്ട്രേഷനും ഉണ്ട് നമ്മുടെ രാജ്യത്തിനായിട്ട്. ഇവിടുത്തെ ആൾക്കാർക്കും അത് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കും പല ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്പെഷ്യലി നമ്മളുടെ ഫ്രീഡത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഫ്രീഡം ഇല്ല നമ്മൾക്കുള്ള മാതിരി. ഇപ്പം നിങ്ങൾക്ക് അത്രയും ഇതുണ്ട് നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട് ഇത്രയും ചീത്തയായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രീഡം ഉണ്ട്. കാരണം അത് ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ ഞാനിവിടെ 30 കൊല്ലം ഉണ്ടായിട്ട് ജീവിച്ച ഒരാളാണ്. എനിക്കും അറിയാം ഈ രാജ്യത്തിൽ വളരെ സേഫ്റ്റി ഉണ്ട്, എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ഫേസ് ചെയ്തു എന്ന് വെച്ചാൽ പാൻഡമിക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന സപ്പോർട്ട് നമ്മളുടെ രാജ്യക്കാർക്ക് നമ്മൾക്ക് കിട്ടും. ഐ എം നോട്ട് സെയിങ് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷനും അത്രയുണ്ട്. നമുക്ക് അതും മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം വലുതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കറപ്ഷനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ സർവീസസിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും പൊളിറ്റീഷ്യൻസ് എന്തൊക്കെ ചെയ്യണത്, നമ്മൾക്ക് ടാക്സേഷൻ പോളിസി അങ്ങനെ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ദേഷ്യം വരും. പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട് ദേഷ്യം വരും. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് US കാനഡയിലും പോയവർ വരെ അവർ പറയുന്നത് അവിടെ ടാക്സ് ഭയങ്കരമായിട്ട് ഹൈ ആണ്, അവർ തിരിച്ചു വരാൻ നോക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു മെസ്സേജ് വന്നിരുന്നു, അവർ കാനഡയിൽ നിന്ന് US അവർ ദുബായിലേക്ക് വരാൻ നോക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലേ നമ്മൾക്കത് മനസ്സിലാവുള്ളൂ ഒരു വാല്യൂ എന്താണെന്ന്. ഞാൻ നിങ്ങളുടെ ചിന്താഗതിയോട് ഞാൻ ഒത്തുചേരുന്നു. അത് നിങ്ങളുടെ ലുക്കൗട്ടാണ്. ഇപ്പോൾ പെർസെപ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഡിഫറൻസസ് വരും. ഓഫ് കോഴ്സ് ഞാനിപ്പോൾ പറയുന്ന ഇതനുസരിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കണക്ട് ചെയ്യും, കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അതിനെ നിഷേധിക്കും. എന്നെ നുണയെന്ന് വരെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ നുണ പറയണു, ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ സത്യം പറ. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഞാൻ കമൻറ്റിൽ വായിക്കുമ്പോൾ ചെറുതായിട്ടൊരു വിഷമമുണ്ട്. പക്ഷെ ഞാൻ നേരിടണമെന്നതിനെ, കാരണം അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞു വരുന്നതും ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, കാരണം നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ മാതിരി തന്നെ എൻ്റെ പ്രശ്നങ്ങൾ മാതിരി ഫേസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നു, മെസ്സേജല്ല കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ 25 കൊല്ലമായിട്ടോട് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, 8.5 മില്യൻ്റെ ഞാൻ വീടുണ്ടാക്കി, അതൊക്കെയാണ് വെരി ഗുഡ്, ഞാൻ പറയണില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലൂലു ഉണ്ട്, പിന്നെ നെസ്റ്റോൻ്റെ ഓണർ ഉണ്ട്, അങ്ങനെ പല വലിയ വലിയ ബിസിനസ്സിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ, ശോഭ പ്രോപ്പർട്ടീസ് അങ്ങനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അതുമാതിരി തന്നെ വലിയ വലിയ ബിസിനസ്സുകാർ ഇവിടുന്ന് പൊളിഞ്ഞവരും ഉണ്ട്. ഞാൻ ഇന്ത്യക്കാരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്ലസ് ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ രാംദാസ് എന്നൊന്നും പേര്, പിന്നെ അങ്ങനെ നോക്കിയാൽ കുറേ ആൾക്കാർ ഇങ്ങനെ പൊളിഞ്ഞവരുണ്ട് ഇവിടുന്ന്. പിന്നെ ഷെട്ടി അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടുന്ന് എൻ എം കെ ഗ്രൂപ്പ് എന്നൊന്ന് ഷെട്ടിയുടെ എനിക്കറിഞ്ഞത് ശരിക്കും. അവരൊക്കെ അങ്ങനെ എത്ര ആൾക്കാർ ഇവിടുന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടുന്ന് പുറത്ത് ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരുടെയും ജീവിതം സെയിം ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകുമെന്ന് വെച്ചാൽ, നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണില്ലെന്ന് വെച്ചാൽ, പ്ലീസ് എനിക്ക് അങ്ങനെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാനിതേ പ്രാർത്ഥിക്കും, നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാതിരിക്കട്ടെ. നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇതിൽ നിങ്ങളതിൻ്റെ, ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ നമ്മളെ പിന്നെയും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റിലിടുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സഹോദര സഹോദരി ആരെങ്കിലും ആയിക്കോട്ടെ, കാരണം യൂസർ നെയിം അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നുണ പറയാണ്, ഇവനെ ഫോളോ ചെയ്യരുത്, ഇവനക്ക് സംഭവങ്ങൾ അറിഞ്ഞൂടാ, വിവരം അറിഞ്ഞൂടാ. എൻ്റെ ഭായി, ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് എനിക്കറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ മാതിരി ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ഞാൻ UAE മാത്രമല്ല, ഞാൻ ഈവൻ ഈ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ഞാൻ ഈവൻ എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാരും, ഇങ്ങനത്തെ പല ആൾക്കാരും പലയിടത്തും ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, ഇപ്പോൾ ഞാൻ ദുബായിലാണ്, ദുബായിൽ ഞാൻ ഫേസ് ചെയ്യണത്, ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഇവിടെ തുറന്നു പറയുന്നു, അതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നു, അത് സോൾവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എങ്ങനെ കടക്കാൻ പോകുന്നു. ഇപ്പം എൻ്റെ മാതിരിയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്, എൻ്റെ പ്രോബ്ലംസിൽ കൂടെ ഞാൻ എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ അതുമാതിരിയാണ് ഞാനൊരു വീഡിയോസ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ ആരെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കണമല്ല. ഞാൻ ഫേസ് ചെയ്യുന്നത് ഞാനിവിടെ ഉണ്ടാക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പലരും ഫുള്ള് വീഡിയോ കാണാണ്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, ചെറിയ ചെറിയ ഭാഗമായിട്ട് ഫോർവേഡ് ചെയ്തിട്ട്, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ പറയണ ഫുള്ള് വീഡിയോ കാണാണ്ട് അവർ അങ്ങോട്ട് പെട്ടെന്ന് കമൻറ്റ് ചെയ്യും, ഇതാണ് അതാണെന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പ്ലീസ് ഫുൾ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് ഷെയർ ചെയ്യാം. ഇത് ഞാനൊരു ഡിബേറ്റായിട്ടേ കണക്കാക്കണുള്ളൂ. ഈ പ്രശ്നങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കാം. അത് ഞാനൊരു ഡിബേറ്റായിട്ടേ കണക്കാക്കണുള്ളൂ. നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. ബേസിക്കലി എൻ്റെ സെയിം പ്രശ്നമുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ കൂടെ അത്രയും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് 18 ഓഗസ്റ്റ് ഞായറാഴ്ച, ഇനി 12 ദിവസം കൂടി ഉള്ളൂ നമ്മളുടെ ആംനസ്റ്റി തുടങ്ങാൻ. അപ്പോൾ ഈ 12 ദിവസത്തിനുള്ളിൽ എൻ്റെ മാതിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എന്തെങ്കിലും കേസ് ഉണ്ടെന്ന് വെച്ചാൽ ഫാമിലിയുടെ നിന്നും ഫ്രണ്ട്സിൻ്റെ നിന്നും ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ട് നിങ്ങളുടെ കേസ് ക്ലിയർ ആക്കാൻ നോക്കാം. ചിലവരുടെ എനിക്കറിയാം വലിയ വലിയ ബിസിനസ് ചെയ്തവരുണ്ട്, അവർ 100,000 1 മില്യൺ വരെ പൈസ കൊടുക്കാനുള്ളവരുണ്ട്. അവർ ശരിക്കും പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 2-3 ആൾക്കാർ അതുമാതിരി ഇവിടെ കണ്ടിട്ടുണ്ട്. അവർ ഒരു സ്ഥിതിയില്ലാണ്ട് എന്ന് വെച്ചാൽ ഈ പൈസ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ അവരടയ്ക്കും, അവർക്ക് വേറൊരു വഴിയില്ല. അങ്ങനത്തെ ഒരാൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പരിചയപ്പെട്ടിരുന്നു എമിഗ്രേഷനിൽ വെച്ചിട്ട്. ആൾക്ക് 1.5 മില്യൺ കൊടുക്കാനുണ്ട്. ബിസിനസ് പൊളിഞ്ഞിട്ട് 1.5 മില്യൺ. അയാൾക്ക് ഒരു പൈസ ഇനി ഉണ്ടാക്കാനുള്ളൊരു വഴിയില്ല. കാരണം എന്താ, എമിറേറ്റ്സ് ഐ ഡി ഇല്ല, വിസ എക്സ്പയറായി, വേറെ ജോലി ചെയ്യാനോ വേറെ ഇൻകം ഉണ്ടാക്കാനോ വേറെ വഴിയില്ല. ഈ സെയിം സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ വിസ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ
നമുക്ക് വേറെ ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഇല്ലീഗലായിട്ടാണ് ആ ഇൻകം കണക്കാക്കുന്നത്, ഇല്ലീഗലായിട്ടാണ് നമ്മൾ ജോലി ചെയ്യണമെന്ന് കണക്കാക്കുന്നത്. ആ ഒരു ഡ്രോബാക്ക് ഭയങ്കരമായിട്ട് ഏത് രാജ്യത്തായാലും പുറത്തെ രാജ്യത്തായാലും നമ്മൾ ഒരു എക്സ്പാട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഓൾവേസ് ഉണ്ടാവും. അത് അമേരിക്ക ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ. പിന്നെ താങ്ക് യു ഫോർ ഓൾ യുവർ കമൻറ്റ്സ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഇപ്പോൾ തന്നെ നമ്മളുടെ ഫാമിലി ആക്ച്വലി ഇവിടെ ഒരു 700-ലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വിച്ച് ഐ നെവർ എക്സ്പെക്റ്റഡ്. ഞാൻ ഈ ചാനൽ കൂടെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് യൂട്യൂബ് എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്തിരുന്നു, ചിലർ കമൻറ്റിലിട്ടിരുന്നു, വിച്ച് ഈസ് വെരി നൈസ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു നോ ദാറ്റ് ഈ ചാനൽ കൂടെയും എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് സം മണി ഫ്രം ദിസ് ചാനൽ ഓൾസോ. സോ ഇറ്റ് ഈസ് ഓൾസോ എ പാസീവ് ഇൻകം. ഞാൻ പറഞ്ഞ മാതിരി ഇതും ഒരു പാസീവ് ഇൻകം ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഈ ഹോപ്പ്ഫുള്ളി എൻ്റെ പൈസ എനിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കേസ് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മേ ബി ആംനസ്റ്റിന് മുമ്പ് എനിക്ക് കടക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ഇവിടുന്ന് കടക്കും. കാരണം ആംനസ്റ്റിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എത്ര ഫൈൻ ഉണ്ടോ അതിൻ്റെ 10%ഓ 5%ഓ കൊടുത്താൽ മതി. ആ ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അപ്പം ഞാൻ അതാണ് വെയിറ്റ് ചെയ്യണത്, എത്രയും പെട്ടെന്ന്. എനിക്ക് ആംനസ്റ്റി വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് അത്രയും ശേഷിയില്ല ഇനി. അത്രയും എന്ന് വെച്ചാൽ ഞാൻ ഡെസ്പറേറ്റ് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡെസ്പറേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരും, അങ്ങനെ പലതും. ഡിപ്രഷൻ നമ്മൾക്ക് കാണാത്തൊരു സംഭവമാണ്, നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഡിപ്രസ്ഡ് ആണെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. വി വിൽ സീ യു അഗെയിൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. താങ്ക് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ.